ഹൈറിച്ച് സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾ ഇഡിക്ക് മുന്നിൽ ഹാജരാകുമോ എന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ഇന്ന് കോടതിയെ അറിയിക്കുമെന്നതാണ്. ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റിന് സാധ്യത തള്ളാനാകില്ലെന്ന് ഇഡി വ്യക്തമാക്കിയിട്ടുണ്ട്. കാസർഗോഡ് ISI കേസിൽ വിധി ഇന്നാണ്. NIA കോടതിയാണ് വിധി പറയുക. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുകയാണ്. സുധീഷ്, ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെയാണ് രണ്ട് സുപ്രധാനപ്പെട്ട കോടതി ഇടപെടൽ, കോടതി നടപടികളുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. ഈ രണ്ട് വാർത്തകളുടെ വിശദാംശങ്ങൾ. KP സുരേഷ്, ഹൈറിച്ച് എന്ന വലിയ സാമ്പത്തിക തട്ടിപ്പ്, ഒരുപക്ഷെ കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട കോടതി നടപടികൾ ഇന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇതിലെ പ്രതികളായ പ്രതാപനും അതോടൊപ്പം തന്നെ ഭാര്യ ശ്രീനയും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് ഇന്ന് കോടതി നടപടികൾ ഉണ്ടാവുക. ഇതിൽ ഏറ്റവും പ്രധാനമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചുകൊണ്ട് ഈ പ്രതാപനെയും ശ്രീനയും കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് ED പോലീസിൻ്റെ സഹായത്തോടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇവർ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കുന്നത്. അവിടെ ഇന്നലെ കോടതിയിൽ വലിയ വാദപ്രതിവാദങ്ങൾ നടന്നു. അതിൽ ഏറ്റവും പ്രധാനമായും ED മുന്നോട്ട് വെച്ച കാര്യം, ഇവർ ഈ പറയുന്നത് പോലെ നിരപരാധികളാണ്, അതിൻ്റെ തെളിവുകളെല്ലാം കയ്യിലുണ്ടെങ്കിൽ ആ തെളിവുമായി കോടതിയിൽ ഹാജരായി അത് കൃത്യമായും അത് വിശദീകരിച്ചാൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തുകൊണ്ട് അവർ ഒളിവിൽ പോകണം, മറഞ്ഞു നിന്നുകൊണ്ട് ഈ രീതിയിൽ എന്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന ചോദ്യമാണ് ചോദിച്ചത്. കോടതിയും അത് ആരാഞ്ഞു. ഇത്തരത്തിൽ അന്വേഷണത്തോട് ഇവർ കൃത്യമായും സഹകരിക്കണമെന്ന ആവശ്യവും ED ഉന്നയിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് കോടതി പ്രതിഭാഗ അഭിഭാഷകനോട് ഇവർക്ക് ഈ അന്വേഷണത്തോട് സഹകരിച്ചുകൂടെ എന്ന ചോദ്യം ഉന്നയിക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ കോടതിയിൽ പറഞ്ഞത് ഇവർക്ക് എന്ന് ഹാജരാകാൻ പറ്റില്ലെങ്കിൽ ഹാജരാകുമോ, അതേ ഒളിവിൽ തന്നെ കഴിയുമോ എന്ന കാര്യത്തിൽ ഇന്ന് കോടതിയെ അറിയിക്കാമെന്നാണ് ഇന്നലെ പ്രതിഭാഗം അഭിഭാഷകൻ പറഞ്ഞത്. അതുകൂടി പരിഗണിച്ച ശേഷമാവും ഇനിയും ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ ഒരു നിലപാടെടുക്കുക. കോടതിയും ഈ അന്വേഷണത്തോട് സഹകരിച്ച് ഇവർ മുന്നോട്ട് പോകണം എന്ന ഒരു വികാരത്തോട് തന്നെയായിരുന്നു ഈ കേസിനെ കണ്ടതും. ആ ഒരു പശ്ചാത്തലത്തിൽ ഇവർ കോടതിയിൽ കീഴടങ്ങാനുള്ള ഒരു സാധ്യതയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. എന്തു തന്നെയായാലും വലിയ തട്ടിപ്പാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ തന്നെ ഈ പ്രതികളുടെ 212 കോടി രൂപയുടെ ആസ്തി മരവിപ്പിച്ചിരുന്നു. ഇവർ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിലെല്ലാം മാനദണ്ഡങ്ങൾ ലംഘിച്ചുള്ള നടപടികളാണെന്നും കണ്ടെത്തിയിരുന്നു. 1500 കോടിയിലധികം രൂപയാണ് ഇത്തരത്തിൽ ഇവർ സമ്പാദിച്ചിട്ടുള്ളതും. ഇതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളിലും ചട്ടവിരുദ്ധമായ പ്രവർത്തികൾ ഉണ്ട് എന്നതാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ നിഷ്പക്ഷമായ അന്വേഷണം മുന്നോട്ട് പോകാനും അതോടൊപ്പം തന്നെ ഇവരിൽ പണം നിക്ഷേപിച്ച, ഹൈറിച്ചിൽ പണം നിക്ഷേപിച്ച ആൾക്കാരിൽ അത് കള്ളപ്പണം വെളുപ്പിക്കുന്ന രീതിയിലുള്ള സമീപനം ഉണ്ടായിരുന്നെങ്കിൽ അതും കണ്ടെത്തേണ്ടതുണ്ട്. ഇതിൻ്റെ എല്ലാം അന്വേഷണം മുന്നോട്ട് പോകണമെങ്കിൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചിലപ്പം പോകേണ്ടി വരും. അതും കോടതിയിൽ ചോദ്യമുണ്ടായി. അറസ്റ്റ് ചെയ്യേണ്ടി വരുമോ, അതേ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുമോ? അതിൽ അറസ്റ്റ് ചെയ്യില്ല എന്ന് ഉറപ്പ് പറയാൻ കഴിയില്ലെന്നായിരുന്നു EDയുടെ നിലപാട്. ഇത്തരത്തിൽ വാദപ്രതിവാദങ്ങൾ ഇന്നലെ നടന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയും കേസ് പരിഗണിച്ചിരുന്നു. ഇന്ന് വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട കേസ് പരിഗണിക്കുകയാണ് KP സുരേഷ്.